കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നോയമ്പ് കാലത്തിലെ ഡിവൈൻ വോയിസിൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമുണ്ട്. പല സമയങ്ങളിലും നാം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സുന്ദരമായ ഒരു വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 18:21 വചനത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക: ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. നാവ് അല്ലെങ്കിൽ നമ്മുടെ സംസാരശക്തി, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഭാഷ നമ്മുടെ ജീവിതത്തെ ഒരുപാട് അനുഗ്രഹത്തിലേക്കും അതോടൊപ്പം തന്നെ തകർച്ചയിലേക്കും നയിക്കാൻ ശക്തിയുള്ള യാഥാർത്ഥ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ നാവിലാണ് അനുഗ്രഹം കുടികൊള്ളുന്നത്. എന്തുമാത്രം ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുക. നമ്മളിന്ന് ധ്യാന വിഷയമാക്കുകയാണ് ദൈവത്തിൻ്റെ ഈ വലിയ അനുഗ്രഹത്തെ എപ്രകാരം നാം തിരിച്ചറിയുന്നു എന്നുള്ളത്. മറ്റേ ഒരു ജീവജാലത്തിനും ലഭിക്കാത്ത ഏറ്റവും വലിയ ശക്തിയും കരുതലുമാണ് വാക്കുകളിലൂടെ അല്ലെങ്കിൽ സംസാര ശക്തിയിലൂടെ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത്. അവന് സംസാരിക്കാനുള്ള ശക്തിയും ഭാഷയും ദൈവം വളരെ പ്രത്യേകമായിട്ട് നൽകിയിട്ടുണ്ട്. ദൈവം ഈ സർവ്വസൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ആദത്തിൻ്റെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തുന്നുണ്ട്. ആദം അവയെ നോക്കി പേര് വിളിച്ചപ്പോൾ അതിൻ്റെ പേരായിത്തീരാൻ ഇടവന്നു. എത്ര മനോഹരമായിട്ടാണ് ഈ കാര്യം അവതരിപ്പിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ആദ്യ ഭാഗത്തെ ഈ ഒരു സന്ദേശം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉൾക്കാഴ്ച നൽകുകയാണ്. ദൈവം എന്തിനു വേണ്ടി എനിക്ക് സംസാരശക്തി നൽകി? നാവുകളുടെ പ്രാധാന്യം എന്താണ്? അതുവഴിയായി എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണ്? നാവിൻ്റെ ദുരുപയോഗം വഴിയായി എനിക്ക് ലഭിക്കുന്ന തകർച്ചകൾ എന്തൊക്കെയാണ്? നമുക്കത് വിശകലന വിധേയമാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അനുഗ്രഹമാണിത് എന്നുള്ളത് തിരിച്ചറിയുക. ദൈവത്തെ ആരാധിക്കാനും അവിടുത്തെ നന്മകൾ മഹത്വപ്പെടുത്താനും നന്മ സംസാരിക്കാനും ഒക്കെ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരനുഗ്രഹം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ ദൈവം പറയുന്നത് കേട്ടും അവനോട് സംസാരിച്ചും കടന്നു പോകുന്ന മനുഷ്യനെ കാണാനായിട്ട് സാധിക്കും. മുഖാഭിമുഖം സംസാരിക്കാൻ സാധിക്കുന്ന ഒരനുഭവം. ഇന്നത് പ്രസക്തമാണ്. നമുക്കെല്ലാവർക്കും ഇതേ കൃപാവരം ഇന്ന് ലഭിക്കുന്നുണ്ട്. ദൈവത്തോട് മുഖാഭിമുഖം സംസാരിക്കാൻ സാധിക്കുന്ന സംസാരശക്തിയും അതോടൊപ്പം തന്നെ കർത്താവ് നൽകിയിരിക്കുന്ന ആ വലിയ അഭിഷേകവും നാം തിരിച്ചറിയുക. പുതിയ പെന്തക്കോസ്ത അനുഭവത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകം കടന്നു വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സംസാരിക്കാൻ പുതിയ ഭാഷ നൽകുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ രക്ഷാകര ചരിത്രത്തിൽ ഈ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. കർത്താവ് നൽകിയിരിക്കുന്ന വാക്കുകൾ, നാവുകൾ നമ്മൾ എങ്ങനെ വിനിയോഗിക്കാനായിട്ട് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ്. നമുക്കേറെ പരിചിതമായ ഭാഗം, എപ്പോഴും വായിക്കേണ്ട ഒരു ഭാഗം, വിശകലന വിധേയമാക്കേണ്ട ഒരു ഭാഗം, ധ്യാനിക്കേണ്ട ഭാഗം, അത് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ തലക്കെട്ട് തന്നെ നാവിൻ്റെ ദുരുപയോഗം എന്നാണ്. ഈ ചെറിയൊരു അവയവത്തെ അതിൻ്റെ ആഴമേറിയ അർത്ഥം സൂചിപ്പിക്കുന്നത് നമുക്കവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതിൻ്റെ 10-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ അധ്യായത്തിൻ്റെ 10-ാമത്തെ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3:10 ഇപ്രകാരമാണ് വായിക്കുക: ഒരേ നാവിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായി സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ
നിയന്ത്രിക്കേണ്ട ഒരു മേഖലയാണ് ഇതെന്നുള്ള കാര്യം തിരിച്ചറിയുക. നമുക്ക് പലപ്പോഴും ദൈവം തരുന്ന ആ വലിയ അനുഗ്രഹത്തെ അതിൻ്റെ ആഴത്തിൽ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ആരാധനാക്രമ രീതിയിൽ, നമ്മുടെ ആരാധനാക്രമ വത്സരത്തിൽ പല ഉപവാസങ്ങളും പ്രാർത്ഥനകളും നൊയമ്പുകളും നമ്മൾ അനുഷ്ഠിക്കാറുണ്ട്. ഈ സമയങ്ങളിലൊക്കെ, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് എല്ലാ കാലഘട്ടത്തിലും ഒരു നവീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ ദൈവം ക്ഷണിക്കാറുണ്ട്. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നൊരു കാര്യം നമ്മുടെ സംസാരത്തിൻ്റെ മേഖലയിലെ നിയന്ത്രണമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാനും സാധിക്കുന്നൊരു അനുഭവം വചനത്തിൽ ജെറമിയയുടെ പുസ്തകം 15:18 നമ്മൾ വായിക്കുന്നില്ലേ? വില കെട്ടത് പറയാതെ നല്ലത് പറഞ്ഞാൽ നിൻ്റെ നാവ് എൻ്റേതുപോലെ ആയിത്തീരും എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അഭിഷേകം. ഇന്ന് ശബ്ദമുഖരിതമാണ് ഈ ലോകം. അത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല, വാക്കുകൾ സൃഷ്ടിച്ചിട്ടുള്ള ആന്തരികമായിട്ടുള്ള മുറിവുകളും സങ്കടങ്ങളും നമ്മളോടെപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. വചനത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 34-ാമത്തെ അധ്യായം 12-13 തിരുവചനം നമ്മുടെ ധ്യാനത്തിന്, ഈ പ്രത്യേകമായ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടുള്ള ധ്യാനത്തിന് ഉപകരിക്കുന്ന ഒരു വചനഭാഗമാണ്. വചനത്തിൽ ഇപ്രകാരമാണ് വായിക്കുക: ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? നീ ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് നീ ആഗ്രഹിക്കുന്നുവോ, അഭിലഷിക്കുന്നുവോ? വചനം ഓർമ്മപ്പെടുത്തുന്നു, തിന്മയിൽ നിന്ന് നിൻ്റെ നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് നിൻ്റെ അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. നിൻ്റെ ജീവിതത്തിനൊരു കണ്ടിന്യൂവിറ്റി, ഒരു തുടർച്ച ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? മനുഷ്യരായി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ ഭൂമിയിൽ മണ്ണോട് മണ്ണ് ചേർന്ന് പോകേണ്ട ഒരു ജീവിതമല്ല, അതിനൊരു തുടർച്ചയുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. കാലമേറെയാകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമല്ല നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള, നിത്യജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത. എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഒരു കോണിൽ ഈ ഒരു ചിന്തയുണ്ടാകണം. ഭയത്തോടും ആകുലതയോടും കൂടിയിട്ടല്ല, പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ സ്വീകരിക്കേണ്ട ഒരു ചിന്തയാണ്. കാരണം ഈ ഒരു അനുഭവം ദൈവത്തിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലേണ്ട ദൈവത്തിലേക്കുള്ള ഒരു അനുഭവം തന്നെയാണ്. സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ മരണത്തെ സൂചിപ്പിക്കുന്ന ഭാഗത്ത് 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, അതിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ എത്ര സുന്ദരമായിട്ടാണ് മരണത്തെ അവിടെ വചനം അവതരിപ്പിക്കുക. ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്കും ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിങ്കിലേക്കും തിരികെ പോകുന്നുവെന്ന്. നിത്യജീവനിലേക്ക് നമ്മൾ തിരികെ പോകും. ഈ ഭൂമിയിൽ തന്നെ സ്വസ്ഥമായി സന്തോഷമായി നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിന്മയിൽ നിന്ന് നിൻ്റെ നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് നിൻ്റെ അധരത്തെയും സൂക്ഷിച്ചു കൊള്ളുക. നമ്മുടെ വാക്കുകളെയും നമ്മുടെ സംസാര ശക്തിയെയും വിശുദ്ധീകരിക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ നമ്മളെപ്പോഴും സ്വീകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക. കർത്താവ് പറയുന്നുണ്ട്, മലയെപ്പോലും മാറ്റാൻ സാധിക്കുന്നതാണ് നിൻ്റെ വാക്ക്. നിൻ്റെ വ്യക്തിജീവിതത്തിൽ പ്രതിസന്ധികളെ നീക്കാൻ പറ്റുന്നതാണ് നിൻ്റെ വാക്ക്, മുറിപ്പെടുത്താനും സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവത്തെ ഏത് രീതിയിൽ ഉൾക്കൊള്ളാനായിട്ട് നിനക്ക് സാധിക്കുന്നു എന്ന് തിരിച്ചറിയുക. കത്തോലിക്ക തിരുസഭയിൽ വിശുദ്ധ ബ്രൂണോ എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. വളരെ തീക്ഷ്ണമായി താപസ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു അനുഭവമാണ്. അദ്ദേഹം ഒരിക്കൽ തൻ്റെ ഗുരുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് എൻ്റെ വ്യക്തിജീവിതത്തിൽ എപ്പോഴും ദൈവസാന്നിധ്യ സ്മരണയിലും അതോടൊപ്പം തന്നെ എൻ്റെ വ്യക്തിജീവിതത്തിൽ കർത്താവുമായി ചേർന്ന് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും യോഗ്യമായ മാർഗം ഒന്ന് എനിക്ക് ഉപദേശിച്ച് തരുമോ എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രേഷ്ഠനായ പുരോഹിതൻ ചെയ്യുന്നൊരു കാര്യം ഇതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഒരു തുണിയുടെ സഞ്ചി കൊടുക്കുന്നു. അതിൽ ഒരു പക്ഷിയുടെ തൂവലുകൾ ശേഖരിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നൊരു കാര്യം ഇതാണ്: നീ ആരോടും ഉരിയാടാതെ 10 അടി നടന്ന് തിരികെ വരിക. അപ്പോൾ തൻ്റെ പുറകിൽ ഈ ഭാണ്ഡക്കെട്ടുമായിട്ട് അദ്ദേഹം നടന്ന് 10 അടി നടന്നിട്ട് തിരികെ വരുന്നു. എന്നിട്ട്
ലഭിച്ചിരിക്കുന്ന ഭാണ്ഡക്കെട്ടിലേക്ക് നോക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. നോക്കുമ്പോൾ അതിൽ പകുതി തൂവലുകളും വഴിയിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഗുരു വീണ്ടും പറയുന്ന ഒരു കാര്യം ഇതാണ്, നീ അത് ശേഖരിക്കുക. അവൻ തിരികെ പോയിട്ട് ശേഖരിക്കുന്നു. പക്ഷേ തിരികെ വരുമ്പോൾ സങ്കടത്തോടു കൂടിയിട്ടാണ് വിശുദ്ധ ബ്രൂണോ ഒരു കാര്യം പറയുക, നഷ്ടപ്പെട്ടു പോയ തൂവലുകളെ എല്ലാം എനിക്ക് ശേഖരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഗുരുവര്യനായ ശ്രേഷ്ഠൻ പറയുന്നൊരു കാര്യം ഇതാണ്, ബ്രൂണോ നീ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളും ഇതുപോലെ തന്നെയാണ്. ക്ഷമ പറഞ്ഞാലും ചില കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടാൻ സാധിക്കുകയില്ല. അപ്പോൾ ബോധ്യപ്പെട്ടാൽ ഒരു വാക്ക് ഉരുവിടുന്നതിന് മുൻപ് നീ സൂക്ഷിക്കണം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യത്തിൽ നിനക്ക് ഒരു ശ്രദ്ധ വേണം. തുടർന്നുള്ള തൻ്റെ പഠനങ്ങളിൽ വിശുദ്ധ ബ്രൂണോ പറയുന്നൊരു കാര്യമുണ്ട്, പാഴ്വാക്കുകൾ നീ ഒഴിവാക്കുക, അത് നിൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വഴിയായിട്ട് തീരും. അതെന്തുമായിട്ട് തീരാം ഈ പാഴ്വാക്കുകൾ? ഉപകാരമില്ലാത്ത, നല്ല ഉപദ്രവമേറെ നൽകുന്ന ഇപ്രകാരമുള്ള കാര്യങ്ങൾ. ഏതൊക്കെ തിന്മകളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് കടന്നു വരിക? ലോകം എത്രയേറെ വികസിച്ചാലും ഈ ഒരു കാര്യത്തിൽ വ്യത്യാസമൊന്നും വരികയില്ല. ബൈബിൾ പ്രകാരം പറയപ്പെടുന്ന നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ കൃപയെ കിടത്തിക്കളയുന്ന ചില തിന്മകളുണ്ട്. അത് പരദൂഷണത്തിൻ്റെ അനുഭവം, ആത്മപ്രശംസയുടെയും പാഴ്വാക്കും കുറ്റം പറച്ചിലും അസഭ്യവും അശ്ലീലവും ഒക്കെ നിറയുന്ന അനുഭവങ്ങൾ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയതയുടെ കൃപയെ കിടത്തിക്കളയുന്ന അനുഭവങ്ങൾ തന്നെയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാം തിരുവചനം നമ്മൾ ഇപ്രകാരമാണ് വായിക്കുക, കള്ളം പറയുന്ന നാവുകൾ കർത്താവ് വെറുക്കുന്നു. നിർദോഷമായ എത്രയേറെ കളവുകൾ നമ്മൾ പറയാറുണ്ട്. അത് പലപ്പോഴും അതിനൊരു ന്യായീകരണം നമ്മൾ കണ്ടെത്താറുമുണ്ട്. അത് വലിയൊരു കാര്യമല്ലാതായി നമ്മൾ കരുതും. പ്രഭാഷകൻ്റെ പുസ്തകം അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, പാപിയുടെ പാത കല്ലുപാകി മിനുക്കിയിരിക്കുന്നു, അതിൻ്റെ അവസാനം പാതാളമാണ്. അപ്പം നിസ്സാരവൽക്കരിക്കുന്ന തിന്മകൾ, പ്രത്യേകിച്ച് ഈ നുണ പറയുന്ന ശീലം, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം കൊടുക്കാറില്ലേ? പാരൻറ്റിങ്ങിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ ആകുലപ്പെടാറുണ്ട്. അവരുടെ ഭൗതികമായ വളർച്ചയെക്കുറിച്ചും ബുദ്ധിപരമായ വളർച്ചയെക്കുറിച്ചും നമ്മൾ ശ്രദ്ധാലുക്കളാണ്. എന്നാൽ അവൻ്റെ ഉള്ളിലെ ആത്മീയ മനുഷ്യനെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ശ്രദ്ധാലുക്കളാണ്? ഇന്നത്തെ അത്യാധുനിക കാലഘട്ടം പ്രത്യേകമായി കണ്ടുപിടുത്തങ്ങളുടെ കാലഘട്ടമാണ്, ഡിജിറ്റൽ യുഗമാണ്. പ്രത്യേകമായിട്ട് ഈ യുഗത്തിൻ്റെ പ്രത്യേകത, ഒരു കാര്യവും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷവും ചുറ്റുവട്ടത്തുണ്ട്. നമ്മുടെ കൺവെട്ടത്ത് നാം കാണുന്ന കാര്യങ്ങൾ, അത് ശബ്ദമായിട്ടും ചലിക്കുന്ന ചിത്രങ്ങളായിട്ടും നാം കാണുന്ന കാര്യങ്ങൾ പോലും വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ടല്ലേ ഈ ഫാക്ട് ചെക്കിംഗ് എന്ന് പറയുന്ന സംവിധാനം പോലും ഉള്ളത്. അപ്പം ആദ്യം കാണുന്ന കാര്യങ്ങളെ അത് സത്യമാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ധാരണകളെയൊക്കെ കീഴ്മേൽ മറിക്കുന്ന യഥാർത്ഥ സത്യം വിരുന്നു വരും. പക്ഷെ അത് വിശ്വസിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുകയില്ല. അപ്പം കൺമുമ്പിൽ വിശ്വാസയോഗ്യമെന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും അവിശ്വാസം ജനിപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ളത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വായിക്കുക, ഈ നുണ പറയുന്ന നാവ് അത് ദൈവം വെറുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ദൈവം സത്യമാണ്. സത്യം നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതി. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ശ്രദ്ധ പുലർത്തുന്നു എന്നുള്ളതാണ്. നിർദോഷമെന്ന് ചാപ്പകുത്തി വെറുതെ കള്ളം പറയാൻ നമ്മൾ വഴിയൊരുക്കരുത്. സവിശേഷമായ ഒരു ഉൾക്കാഴ്ചയും ശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നിഷ്പ്രയോജനമായ മുറിമുറിപ്പിൽ പെടരുത്, പരദൂഷണം പറയരുത്, രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതം ഉണ്ടാകും, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. നമ്മളിൽ ഉണ്ടാക്കുന്ന നഷ്ടത്തിൻ്റെ വ്യക്തമായൊരു ഉൾക്കാഴ്ച ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ സംസാര ശൈലി കൊണ്ട്, രീതി കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ ഈ പറയുന്നത്. രഹസ്യം പറയുന്ന സ്വഭാവം, മറ്റുള്ളവരുടെ സൽപ്പേരിനെ ഹനിക്കുന്ന പരദൂഷണം പറയുന്ന രീതി ശൈലി, അതോടൊപ്പം തന്നെ മുറുമുറുക്കുന്ന സ്വഭാവം,
അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ദേഷ്യവും അസ്വസ്ഥതയും വെറുപ്പുമൊക്കെ പ്രകടിപ്പിക്കുന്ന രീതിയും ശൈലിയുമൊക്കെയാണ്. ഇത് വചനം ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമുള്ള വിലയുള്ള ആത്മാവിൻ്റെ കൃപയെ, അതിൻ്റെ വിലയെ നഷ്ടപ്പെടുത്തി കളയുന്ന അനുഭവം തന്നെയാണ്. വീണ്ടും വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം. ശ്രദ്ധയോടെ കേൾക്കേണ്ട, ഉൾക്കൊള്ളേണ്ട വചനഭാഗമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:6 വചനത്തിൽ ഇപ്രകാരമാണ് വായിക്കുക: ദൈവം മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനുമാണ്. അടുത്ത വചനം ശ്രദ്ധിക്കണം: നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനുമാണ്. അപ്പോൾ ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള രീതിയിൽ മനുഷ്യനെ ദൈവം ഉൾക്കൊള്ളുന്ന പ്രത്യേകമായ കാര്യങ്ങളാണ് ഇവിടെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:6 നമ്മൾ വായിക്കുക. മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനാണ്. നമുക്കൊന്നും മറച്ചു പിടിക്കാൻ സാധിക്കുകയില്ല. ആരും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, ചിന്തിക്കുന്ന കാര്യം ദൈവം അറിയുന്നുണ്ട്. രണ്ടാമത് ഓർക്കേണ്ട ഒരു കാര്യം, ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനാണ്. ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ മറ്റാർക്കും സാധിക്കുകയില്ല. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് നമ്മുടെ തുച്ഛമായ അറിവിൽ നിന്നും കാഴ്ചയിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന അറിവുകളെ ഒരു വ്യക്തിയെക്കുറിച്ചുള്ളൂ. എങ്കിലും ഹൃദയവികാരങ്ങളെ, ഹൃദയത്തെ അറിയുന്ന കർത്താവ്, സുവിശേഷത്തിൽ നമ്മൾ കാണുന്നില്ലേ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഫരിസേയരും നിയമജ്ഞരും ഉള്ളിൻ്റെ ഉള്ളിൽ തിന്മ വിചാരിക്കുമ്പോൾ, അവനെതിരെ വിമർശനം ഉതിർക്കുമ്പോൾ വചനത്തിൽ ഇങ്ങനെയാണ്, സുവിശേഷത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: ഹൃദയവിചാരമറിഞ്ഞ്, ഇവിടെ ഹൃദയ വ്യാപാരങ്ങളെ തിരിച്ചറിഞ്ഞ്, അവനെ കൊരുക്കാനുള്ള ഗൂഢാലോചനയെ തിരിച്ചറിഞ്ഞ് ജ്ഞാനത്തിൻ്റെ അനുഭവത്തിൽ യേശു സംസാരിക്കുന്നു. മൂന്നാമതൊരു കാര്യം കൂടി ഈ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: നീ പറയുന്ന കാര്യങ്ങൾ കർത്താവ് കേൾക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സവിശേഷമായ ഒരു സൂക്ഷ്മമായ ഒരു ജാഗ്രത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിർബന്ധമായിട്ടും നമുക്ക് വേണം. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം അതിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാം തിരുവചനം. അവിടെ ഇപ്രകാരമാണ് വായിക്കുക: ആത്മപ്രശംസ ചെയ്യരുത്, മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ, അന്യൻ്റെ നാവാണ്, നിൻ്റേതല്ല അത് ചെയ്യേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യം ഇതാണ്. ആത്മപ്രശംസയുടെ ലോകം എന്നാണ് പറയുന്നത്. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകും എന്ന് നിർബന്ധമില്ല. പരോക്ഷമായിട്ട്, ഇൻഡയറക്റ്റായിട്ട്, പ്രത്യേകമായി സ്വയം തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴിവക്കിൽ കാണുന്ന പരസ്യം അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്കെടുക്കാം. ചെയ്യുന്ന കാര്യങ്ങളെ പെരുമ്പറ കൊട്ടി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുന്നൊരു കാര്യം. ആത്മപ്രശംസയ്ക്ക് വലിയൊരു പ്രശ്നമുണ്ട് പ്രിയപ്പെട്ടവരെ. അത് സ്വാർത്ഥതയെ പരിപോഷിപ്പിക്കുന്നൊരു അനുഭവമാണ്. മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വാർത്ഥത അതൊരു തിന്മയാണ്. എനിക്ക് എന്നെക്കുറിച്ച് അഭിമാനം വേണം, അതോടൊപ്പം തന്നെ എനിക്കുള്ള കഴിവുകളെക്കുറിച്ചും അഭിമാനം വേണം. അത് അത്യാഗ്രഹത്തിലേക്കും അഹങ്കാരത്തിലേക്കും വഴിതെളിക്കരുത്. അതപ്പോൾ സ്വാർത്ഥതയായിട്ട് തീരും. ഞാനും എൻ്റെ കാര്യങ്ങളും എൻ്റെ ചിന്തയും എൻ്റെ തീരുമാനങ്ങളും എന്നുള്ള അനുഭവത്തിലേക്ക് കടന്നു വരും. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ സൂക്ഷ്മമായിട്ട് വിനിയോഗിക്കേണ്ടി വരുന്ന ഒരനുഭവം. പ്രത്യേകമായി അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് പുണ്യവാളനെക്കുറിച്ച് നമ്മൾ കേൾക്കാറില്ലേ? തൻ്റെ ലളിതമായ ജീവിതത്തിൽ ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചൊരു വ്യക്തി, രണ്ടാം ക്രിസ്തു എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നൊരു വ്യക്തി, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇന്നും വളരെ സവിശേഷമായ സ്വാധീനമുള്ള ഒരു വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് സൂചിപ്പിക്കുക: അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രദർ ലിയോ എന്ന് പറയുന്നൊരു തുണ സഹോദരൻ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് വചനപ്രഘോഷണത്തിനായിട്ട് പോകാറുണ്ട്. പലയിടങ്ങളിൽ നിന്നുകൊണ്ട് അവർ വചനം പ്രഘോഷിക്കും. തിരിച്ചു വരുന്ന സമയത്ത് ലിയോ പ്രത്യേകമായിട്ട് വിശുദ്ധ ഫ്രാൻസിസിനോട് പറയാറുണ്ട്: ഗുരുവേ, ഇന്ന് മനോഹരമായിരുന്നു അങ്ങയുടെ പ്രസംഗം. അനേകം പേരുടെ ഹൃദയത്തെ അത് സ്പർശിക്കാനായിട്ട് ഇടവരുത്തി. വീണ്ടും രണ്ടാമതൊരു കാര്യം, തിരികെ പോരുന്ന സമയത്ത് അനേകം പേര് അദ്ദേഹത്തെ അഭിനന്ദിച്ച് സംസാരിക്കാറുണ്ട്.
വിശുദ്ധ ലിയോ പറയുന്നൊരു കാര്യം ഇതാണ് വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച്. അഭിനന്ദനങ്ങൾ ഏറെ ലഭിച്ചിട്ടുള്ള ദിനങ്ങളിൽ ഫ്രാൻസിസ് 2 ഇരട്ടി പ്രാർത്ഥിക്കും. കാരണം അഭിനന്ദനങ്ങൾ കല്ലുകളാണ്, തൻ്റെ നേരെ എറിയാനുള്ള കല്ലുകളാണ്, അത് മുറിപ്പെടുത്തുന്ന അനുഭവമാണ്, പിശാചിലേക്കുള്ള വഴിയാണ് എന്നാണ് ഫ്രാൻസിസ് പറഞ്ഞിരുന്നത്. കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പ്രയോഗിക്കാമെങ്കിലും ഈ ആത്മപ്രശംസ അപകടകരമാണ്. വീണ്ടും വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മപ്രശംസയുമായി ബന്ധപ്പെട്ട് തന്നെ സുഭാഷിതങ്ങളുടെ പുസ്തകം 26-ന്റെ 28 തിരുവചനത്തിൽ ഇപ്രകാരമാണ് വായിക്കുക: മുഖസ്തുതി പറയുന്ന നാവ് നാശം വരുത്തി വയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് ഈ കാര്യം ഓർക്കുക. നമുക്കുള്ളതെല്ലാം ദൈവം തന്ന ദാനങ്ങളല്ലേ. അപ്പം ദൈവമല്ലേ മഹത്വപ്പെടേണ്ടത്. ഈ വാക്കുകൾ വഴിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന കൃപകളുടെ കുറവെന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ അത്യാധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മേഖല വചനഗ്രന്ഥം നമ്മളോട് പറയുന്നുണ്ട്. അത് ആദ്യ ഗ്രന്ഥങ്ങളിൽ ഒന്നായ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതാവഹമായിട്ടുള്ളത്. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, പുറപ്പാടിൻ്റെ പുസ്തകം അതിൻ്റെ 23-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 തിരുവചനങ്ങൾ ഇപ്രകാരമാണ്: വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്, കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി സാക്ഷ്യം നൽകരുത്. വചനം വളരെ കൃത്യമാണ്. വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും ഇത് തന്നെയല്ലേ. ഈ വ്യാജ വാർത്തകളുടെ ഈ പെരുമഴയും അതോടൊപ്പം തന്നെ അതുണ്ടാക്കുന്ന അസ്വസ്ഥതകളുമാണ് സങ്കീർണമായ പ്രശ്നത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ സൂക്ഷ്മമായിട്ട് അതിനെ ശ്രദ്ധയോടുകൂടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ തിന്മകളിലൊക്കെ നമ്മളെടുക്കേണ്ട നിലപാടെന്താണ്? വചനം വളരെ പ്രത്യേകമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-29 തിരുവചനം. വചനത്തിൽ ഇപ്രകാരമാണ് വായിക്കുക: അതുകൊണ്ട് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുക. നമ്മുടെ നാവുകൾ ശുദ്ധീകരിക്കപ്പെടട്ടെ, ഭാഷകൾ ശുദ്ധീകരിക്കപ്പെടട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ, അതോടൊപ്പം തന്നെ വിശുദ്ധീകരണത്തിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ. കൃപ നൽകുന്ന ഈ ഒരു അഭിഷേകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.